ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കാത്തിരുന്ന് ആ ഫോൺ കിട്ടി. പ്രീ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷേ കൈ കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. ഇപ്പോഴാണ് ഒരു അൺബോക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഇതിൻ്റെ ഒരു ഒരു യൂസർ പെർസ്പെക്റ്റീവ് എന്നുള്ള റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഇടുന്നത്. ഫോണൊന്ന് ജസ്റ്റ് നിങ്ങളെ തുറന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റോ അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒന്നുമല്ല. ഫോണിൽ കിട്ടിയപ്പം ജസ്റ്റ് ഒന്ന് തുറക്കുന്നു, അത് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓറഞ്ച് വേർഷനാണ്, ഓറഞ്ച് കളറായിരുന്നു. പിന്നെ ഉള്ളത് ബ്ലൂ ആണ്, വേറെ ഒരു എടുത്തു പറയുന്ന ഒരു കളറുള്ളത് ബ്ലൂ ആണ്. ഓറഞ്ച് കുറച്ചും കൂടെ യുണീക്കായിട്ട് തോന്നി. ഈ പ്രാവശ്യത്തെ പുതിയ ഒരു ഒരു അട്രാക്ഷൻ ആ കളറായിരുന്നു. അപ്പം അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ വേറൊരു ഫീച്ചർ പറയാനുള്ളത്, ഇത് സിംഗിൾ പീസ് അലൂമിനിയത്തിലാണ് നിർമ്മിച്ചേക്കുന്നത്. മുമ്പത്തെ ഫോൺസൊക്കെ സ്റ്റീലും ടൈറ്റാനിയം ഒക്കെ ആയിരുന്നു. അപ്പോൾ മെറ്റീരിയൽ വൈസ് കുറച്ച് ഡൗൺ ഗ്രേഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അലൂമിനിയത്തിലേക്ക് മാറി സിംഗിൾ പീസ് അലൂമിനിയത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് പോലെയാണ് ഇത് ചെയ്തേക്കുന്നത്, മുകളിൽ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ഇപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അത് ക്യാമറയുടെ 3 ക്യാമറ ഉള്ള ഭാഗം കുറച്ചിങ്ങനെ ബൾജായി നിന്നിട്ട് ബാക്കി ഫ്ലാറ്റ് പോലെയും ആപ്പിളിൻ്റെ ലോഗോ ഒന്നും അത്രയ്ക്കും എവിഡൻ്റ് അല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ പ്രാവശ്യത്തെ ഐഫോണിനകത്ത് ബോക്സിൽ ജസ്റ്റ് ഫോണും പിന്നെ ഒരു ചാർജർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ വേറൊരു പേപ്പറോ ലിറ്ററേച്ചറോ ഒന്നും അതിനകത്തില്ല. ജസ്റ്റ് ഫോൺ പിന്നെ ഒരു ചാർജർ മാത്രമേ ഉള്ളൂ. പണ്ട് നമുക്ക് ഐഫോണിൻ്റെ ആപ്പിളിൻ്റെ സ്റ്റിക്കറൊക്കെ കിട്ടുമായിരുന്നു. 2 സ്റ്റിക്കേഴ്സ് മിനിമം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ എടുത്തൊരു മാറ്റി ജസ്റ്റ് ഫോണും പിന്നെ ഒരു ചാർജർ മാത്രം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അതിന് ഇച്ചിരി സമയം എടുത്തു. ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ 26-ലാണ്, iOS 26-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പഴയ വേർഷനുള്ളവർക്കും 26 ഇപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പഴയ ഫോണിൽ നിന്ന് ഈസി ആയിട്ട് നമ്മുടെ പഴയ ഐഫോൺ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പുതിയ ഫോണിലേക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. സോ ഏതാനും ഫ്യൂ ക്ലിക്കിൽ നമുക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. സോ എനിക്കൊരു നിയർലി 1.5 hours എടുത്തു മൊത്തത്തിലൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. എൻ്റെ 13 Pro ആയിരുന്നു. 13 Proയിൽ നിന്ന് 17ലേക്ക് കുറച്ച് സമയം എടുത്തു ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വളരെ സ്ലീക്കായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ തിന്നാണ്, നമുക്കിപ്പം ഇങ്ങനെ കാണുമ്പോൾ അറിയാം. നല്ല വൈബ്രൻ്റ് കളറാണ്, വളരെ തിന്നായിട്ടുള്ള നല്ല ഹാൻഡ് പിടിക്കാൻ നല്ല സ്റ്റേഡി ആൻഡ് സ്ലീക്കായിട്ടുള്ള ഡിസൈനാണ്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം iOS-ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ക്യാമറയുടെ ഫീച്ചേഴ്സൊക്കെ നോക്കുവാണ്. ഈ പ്രാവശ്യം ഒത്തിരി ഫീച്ചേഴ്സ് ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറയിൽ. ഐഫോണിൻ്റെ ഒരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറാസ് തന്നെയാണ്. കൂടുതലും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒത്തിരി പേര് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പ്രൊഫഷണൽ ലെവലിലേക്കുള്ള ക്യാമറയാണ് ഐഫോൺ പണ്ട് മുതലേ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 18 MP സ്ക്വയർ സെൻസറുള്ള ക്യാമറയാണ്. അപ്പം അതിന് കുറച്ച് ഫ്ലെക്സിബിൾ ഫ്രെയിമിങ്ങും ഇംപ്രൂവ്ഡ് സ്റ്റെബിലൈസേഷനും ഒക്കെയാണ് ഐഫോൺ പറയുന്നത്. പിന്നെ ഡ്യുവൽ ഫോട്ടോ എടുക്കാം. 48 MP ആണ് അതിൻ്റെ ബാക്ക് ക്യാമറ. ഫിഷൻ ക്യാമറയാണ്. പിന്നെ ടെലിഫോട്ടോ ക്യാമറയും അൾട്രാ വൈഡ് ലെൻസും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഫിഷനാണ് ആക്ച്വലി. സ്മാർട്ട് HDR ഉണ്ട്, നെക്സ്റ്റ് ജനറേഷൻ പോർട്രേറ്റ്, പണ്ട് സ്പൈറൽ ഫോട്ടോസ്. സോ അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ സ്ലിം ആണെങ്കിലും
ചില ഐഫോൺ മോഡൽസിൽ, പ്രത്യേകിച്ച് US ഉള്ള മോഡൽസിന് സിം ട്രേ ഇല്ല. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററിയാണ് അതിനകത്തുള്ളത്. മാറ്റം എന്ന് പറഞ്ഞാൽ ചില മോഡലുകൾക്ക്, ചില രാജ്യങ്ങളിലുള്ള മോഡലുകൾക്ക്, എസ്പെഷ്യലി US റിലീസായ ഐഫോണുകൾക്കൊക്കെ ഫിസിക്കൽ സിം ട്രേ ഇല്ല. അപ്പം ആ സ്പേസും കൂടെ ബാറ്ററിക്ക് വേണ്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ മോഡലുകൾ പോലെ തന്നെ ഒരു eSIM-ഉം ഒരു ഫിസിക്കൽ സിമ്മും ഉപയോഗിക്കാം. US മോഡലുകൾ eSIM മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK ഉള്ള ഇന്ത്യയിലേക്ക് ഇറങ്ങുന്ന ഫോണുകൾക്ക് നമുക്ക് eSIM-ഉം ഒരു ഫിസിക്കൽ സിമ്മും ഉപയോഗിക്കാം. ഒരു ഡ്യുവൽ സിമ്മായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാച്ചുറൽ ലൈറ്റിലെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ജസ്റ്റ് ഒരു ഫുട്ടേജ് പോലെ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ലോ ലൈറ്റിലെടുത്ത ഒരു വീഡിയോ ആണ്. അധികം വെട്ടമില്ലായിരുന്നു, ഈവനിങ് ഒക്കെ എടുത്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഒരു മാച്ചിങ് ഉള്ള ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്, ടെക്നിക്കലായിട്ട് വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.